ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 27 നാലാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് പോയി കാണുക. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് വരുന്നൊക്കെ ടൈപ്പ് ചോദ്യമാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ 11ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുക 80 ആയാൽ 16ാം പദം എന്താണ്? എന്താ പറഞ്ഞത്? സം ഓഫ് 11th ആൻഡ് 21st ടേം. നമുക്കറിയാം സമാന്തര ശ്രേണിയിൽ അല്ലേ കുറേ ടേംസ് ഉണ്ട്. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളോട് പറയുന്നത് 11ാമത്തെ ടേമും 21ാമത്തെ ടേമും കൂടെ കൂട്ടിയാൽ 80 കിട്ടുന്ന പറയുന്നത്. ഓക്കെ, എന്താ പറഞ്ഞത്? 11th ടേമും 21st ടേമും അല്ലേ ടേമും കൂടെ ആഡ് ചെയ്താൽ 80 കിട്ടും. മീനിങ് മനസ്സിലാക്കുന്നത് മാറിപ്പോവരുതേ. സം ഓഫ് ദ 11th ആൻഡ് 21st 11ാമത്തെയും 21ാമത്തെയും ടേം മാത്രമാണ് കൂട്ടുന്നത്. അല്ലാതെ 11, 12, 13ാമത്തെ ടേം അങ്ങനെ 21ാമത്തെ ടേം വരെയുള്ള സമ്മ് നല്ല ഉദ്ദേശിച്ചത്. എന്താ ഉദ്ദേശിച്ചത്? 11ാമത്തെ ടേമും 21ാമത്തെ ടേമിൻ്റെയും മാത്രം ഈ രണ്ടാൾക്കാരെ സമ്മാണ് 80 എന്ന് പറയുന്നത്. 11ാം പദം പ്ലസ് 21ാം പദം സമം 80. എന്നിട്ട് നമ്മളോട് ചോദിച്ചത് എത്രാമത്തെ പദ? 16th ടേം, 16ാം പദമാണ് കാണാൻ വേണ്ടി ചോദിച്ചത്. അതെന്താ അവരേതോ 2 ടേമിൻ്റെ സമ്മ് തന്നിട്ട് വേറെ ഏതോ ഒരു ടേം ചോദിച്ചത്? ഇങ്ങനെ ഒരു ടേം കാണണമെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കിട്ടണ്ടേ? അങ്ങനെ പല ഡൗട്ടും നമുക്കുണ്ടാവും. പക്ഷെ നമ്മൾ ഈ ചോദ്യം കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. നിങ്ങൾ നോക്ക്, 11ാമത്തെ പൊസിഷനാണെന്ന് വിചാരിക്കുക. അതായത് ഇത് 11ാമത്തെ പൊസിഷനാണെന്ന് വിചാരിക്കേ. 11th പൊസിഷൻ. ഇവിടുന്ന് ഇങ്ങനെ വന്ന് നമ്മൾ എവിടെ എത്തണം? 21st ടേമിൽ എത്തണം. ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് മിഡിൽ ടേമിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഓർമ്മയില്ലേ? ഈ മിഡിൽ ടേം എന്താ? ഞാൻ ചോദിക്കട്ടെ, 11ാമത്തെ ടേമിൻ്റെയും 21ാമത്തെ ടേമിൻ്റെയും ഇടയിലുള്ള ആളാരാ? ആ ആൾ 16 ആണോ? നിങ്ങൾക്ക് ഒരു കണക്ഷനും ഇല്ലാതെ വെറുതെ ഒരു നമ്പർ കാണാൻ വേണ്ടി പറയുമോ? 16ാമത്തെ ടേമെന്ന് തന്നെ ചോദിക്കണോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് 13ാമത്തെ ടേം കാണാൻ ചോദിച്ചൂടെ? 14 ചോദിച്ചൂടെ? 15 ചോദിച്ചൂടെ? എന്തുകൊണ്ട് അവർ 16 തന്നെ ചോദിച്ച്? അപ്പോൾ ഇവിടെ എന്തോ ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? 11ാമത്തെ ടേമിൻ്റെയും 21ാമത്തെ ടേമിൻ്റെയും കറക്റ്റ് മിഡിലുള്ള ആളാണ് ആര്? 16ാമത്തെ ടേം. അത് കാണാൻ വേണ്ടിയിട്ട് 11, 12, 13, 14 അങ്ങനെ 21 വരെ എഴുതിയിട്ട് നടുവിൽ ആരാ നോക്കണോ? വേണ്ട. മിഡിൽ ടേം കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രിക്ക് ഉണ്ട്. അതായത് മിഡിൽ വരുന്ന പൊസിഷൻ ഏതാണെന്ന് അറിയാൻ വേണ്ടി, മിഡിൽ അതായത് മദ്യം ഏത് സ്ഥാനത്താണെന്നല്ലേ നമ്മൾ നോക്കുക? മിഡിൽ പൊസിഷൻ ഓഫ് 11th ആൻഡ് 21st ടേം. ഈ 11ാമത്തെ ടേമിൻ്റെയും 21ാമത്തെ ടേമിൻ്റെയും നടുവിലുള്ളത് എത്രാമത്തെ ടേമാണെന്ന് അറിയാൻ ഈ പൊസിഷൻ നമ്പേഴ്സ് തമ്മിൽ കൂട്ടുക. ഏതൊക്കെയാണ്? 11ാമത്തെയും 21ാമത്തെയും പൊസിഷൻ അല്ലേ? അപ്പോൾ 11ഉം 21ഉം കൂട്ടുക. എന്നിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 11ഉം 21ഉം കൂട്ടിയാൽ എത്രയാ? 32 അല്ലേ? 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 16ാമത്തെ പൊസിഷൻ ആയിരിക്കും കറക്റ്റ് സെൻറ്ററിൽ ഉണ്ടാവുക. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 1, 2, 3, 4, 5 ആൾക്കാരുണ്ട്. ഇതിൽ 1ാമത്തെ ആൾ, ഇത് 5ാമത്തെ ആൾ അല്ലേ? ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത് ആരാ? 5 ആളാകുമ്പോൾ നമുക്ക് സുഖമാണ്. നടുവിൽ മധ്യസ്ഥാനത്ത് അല്ലേ മധ്യപദം എന്ന് പറയുന്നത് 3ാമത്തെ ആളായിരിക്കും. അതിങ്ങനെ ചിന്തിച്ചാലും പോരെ. മിസ് ഇപ്പോൾ പറഞ്ഞ പോലെ 1ൻ്റെയും 5ൻ്റെയും സെൻറ്ററിൽ ആരാ വരിക? 1ാമത്തെ 5ാമത്തെ പൊസിഷൻ നമ്പർ കൂട്ടുക. എന്നിട്ട് ബൈ 2 ചെയ്യുക. 1ഉം 5ഉം കൂട്ടിയ 6 അല്ലേ? 6/2 3 അല്ലേ? നോക്ക്, 5 ടേമിൻ്റെ സെൻറ്ററിലുള്ള മിഡിൽ പൊസിഷൻ എന്ന് പറയുന്നത് 3rd പൊസിഷൻ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് കിട്ടിയത്? 2 പൊസിഷൻസ് തമ്മിൽ കൂട്ടിയിട്ട് ബൈ 2 ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് എന്ത് കിട്ടും? അതിൻ്റെ മിഡിൽ പൊസിഷൻ ആരാന്നുള്ള കാര്യം കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയ സമയത്ത് 11ാമത്തെ ടേമിൻ്റെയും 21ാമത്തെ ടേമിൻ്റെയും മിഡിൽ വരുന്ന ആൾ ആരാണ്? നമ്മളെ 16ാമത്തെ ടേമാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് 16ാം പദം കാണുക എന്നല്ലേ? കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അപ്പോൾ എന്താ ഇങ്ങനെയാണ് നമ്മൾ ടേംസ് ഉള്ളത് നോക്കുക. നമുക്ക് ഇപ്പുറത്ത് ആരുണ്ട്?
21ാമത്തെ പദമുണ്ട്, 21st ടേം ഉണ്ട്. ഇപ്പുറത്ത് 11ാമത്തെ 11th ടേം ഉണ്ട്. ഇങ്ങനെ വന്ന് 12, 13, 16 കഴിഞ്ഞ് 16ാമത്തെ ടേം കറക്റ്റ് സെൻറ്ററിലുണ്ട്. ശരിയല്ലേ? നടുവിലുള്ളത് ആരാ? 16ാമത്തെ പൊസിഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഒരു കോൺസെപ്റ്റ്? അതായത് ഒരാളെ നടുവിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കോട്ടും മുന്നോട്ടും ഒരേ പൊസിഷൻ മുന്നോട്ട് പോവുക അല്ലേ? ഒരു പൊസിഷൻ മുന്നോട്ടും ഒരു പൊസിഷൻ ബാക്കോട്ടും വന്നാൽ ഈ രണ്ടാളുകളെ തമ്മിൽ കൂട്ടിയാൽ ഈ ടേമിൻ്റെ ഇരട്ടിയായിരിക്കും, ഡബിൾ ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ പോയി കാണാം കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പൊസിഷൻസിൻ്റെയും അല്ലേ നടുവിൽ നമ്മൾ ഒരാളെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പൊസിഷനും ബാക്കോട്ടുള്ള പൊസിഷനും സെയിം ദൂരത്തിലാണ് ഇവരെന്നുണ്ടെങ്കിൽ ഈ രണ്ടാളുകളെ തമ്മിൽ കൂട്ടിയാൽ എന്താ സംഭവിക്കുക? ഈ നടുവിലുള്ള ആളെ എന്തായിരിക്കും? ഇരട്ടിയായിരിക്കും. ഈ രണ്ടാൾക്കാർ തമ്മിൽ കൂട്ടിയാൽ നടുവിലുള്ള ആളെ ഇരട്ടിയായിരിക്കും ഉണ്ടാവുക. സംഭവം പിടി കിട്ടിയോ? അപ്പം നിങ്ങൾ നോക്ക്, ഇത് പൊസിഷനാണ് കേട്ടോ. ഈ 11ാമത്തെ ടേമും 21ാമത്തെ ടേമും ഈ രണ്ട് ടേംസ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമ്മളോട് പറഞ്ഞു ആൻസർ 80 എന്താ പറഞ്ഞത്? 11ാമത്തെ ടേമും 21ാമത്തെ ടേമും മാത്രം ആഡ് ചെയ്തപ്പോൾ 80. അങ്ങനെയാണെങ്കിൽ ഈ 11ാമത്തെ ടേമും 21ാമത്തെ ടേമിൻ്റെ സെൻറ്ററിലുള്ള ആൾ എന്ന് പറയുന്നത് ആരായിരിക്കും? 16ാമത്തെ പൊസിഷനിൽ ആരാ ഉണ്ടാവുക? ഈ 80ൻ്റെ പകുതിയല്ലേ ഉണ്ടാവുക? നമ്മൾ പറഞ്ഞ നേരെ തിരിച്ചായിരുന്നു അല്ലേ? അതായത് ഇവിടുന്ന് ഈ രണ്ട് ടേംസിൻ്റെയും കൂടെ ആഡ് ചെയ്താൽ ഈ നടുവിലുള്ള ആളെ ഇരട്ടിയായിരിക്കും ഉണ്ടാവുക അല്ലേ? 16ൻ്റെ ഇരട്ടി എന്ന് വിചാരിക്കരുതേ. 16ാമത്തെ പൊസിഷനിൽ ഏത് ടേമാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ ഉണ്ടാവുക. തിരിച്ചു പറഞ്ഞൂടെ? ഇവിടെ ആളെ ഉണ്ടാവുന്ന ആളെ പകുതി ഹാഫ് ആയിരിക്കില്ലേ നടുവിലുണ്ടാവുക? അപ്പം നിങ്ങൾ നോക്ക്, ഈ 16ാമത്തെ ആളിൽ നിന്ന് കറക്റ്റ് 5 പൊസിഷൻ മുന്നോട്ട് പോയാലല്ലേ നമ്മൾ 21ലെത്തുക? 17, 18, 19, 20, 21 5ാമത്തെ ആളാണ്. അതേപോലെ 5 പൊസിഷൻ ബാക്കോട്ട് വന്നാലല്ലേ 11ലെത്തുക? അപ്പോൾ ഈ 16ൽ നിന്ന് തുല്യ ദൂരമല്ലേ മുന്നോട്ടും ബാക്കോട്ടും ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേംസും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം ഈ സെൻറ്ററിലുള്ള ടേമിൻ്റെ ഇരട്ടിയാവണ്ടേ? അതായത് 80 എന്ന് പറയുന്നത് ഈ രണ്ടാൾക്കാരെ കൂട്ടിക്കഴിഞ്ഞാൽ 80 ആണെങ്കിൽ ഈ നടുവിൽ ആരാ ഉണ്ടാവുക? 80ൻ്റെ പകുതി ആയിരിക്കും ഉണ്ടാവുക. ശരിയല്ലേ? നടുവിൽ ആരാ ഉണ്ടാവുക? 80ൻ്റെ പകുതിയാണ് ഉണ്ടാവുക. 80ൻ്റെ പകുതി എത്രയാ? 40. അപ്പം നമ്മളെ 16ാമത്തെ പൊസിഷനിൽ ആരാ ഉള്ളത്? 40 എന്ന് കിട്ടും ആൻസർ. കിട്ടിയോ എല്ലാവർക്കും? ആൻസറായി. എന്താ കിട്ടുക? 16th ടേം എന്ന് പറയുന്നത് എന്ത് കിട്ടും? 40 എന്ന് കിട്ടും. അതായത് 16ാമത്തെ ടേമും 21ാമത്തെ ടേമും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടണം? 80 എന്ന് അവർ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും 80. നമുക്കറിയാം ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ 80ൻ്റെ പകുതി ആയിരിക്കും. ഈ 80 എന്ന് പറയുന്നത് ഈ രണ്ട് ടേമിൻ്റെ സമ്മല്ലേ? അപ്പോൾ നമുക്ക് എന്ത് നടുവിലുള്ള ടേമിൻ്റെ ഇരട്ടിയാണ് ഈ കിടക്കുന്നത് അല്ലേ? നടുവിലുള്ള ടേമിൻ്റെ ഇരട്ടിയാണ് 80. അങ്ങനെയാണെങ്കിൽ നടുവിലുള്ള ടേം ആരായിരിക്കും? 16ാമത്തെ പൊസിഷനിൽ ആരായിരിക്കും? 80ൻ്റെ പകുതിയല്ലേ? അതായത് 16ാമത്തെ പൊസിഷൻ 16th ടേം എന്ന് പറയുന്നത് നമ്മളെ 80ൻ്റെ പകുതിയായിരിക്കും. 80ൻ്റെ പകുതി 40 അല്ലേ? അപ്പോൾ ആ കണക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കറക്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ എന്താണെന്ന് വിചാരിച്ച് പോകരുത് നിങ്ങൾ. 11ാമത്തെ ടേമും 21ാമത്തെ ടേമും കൂട്ടിയാലുള്ള ഉത്തരമാണ് പറഞ്ഞത്. ആ രണ്ടെണ്ണം മാത്രം കൂട്ടിയ 80. എന്നിട്ട് 16ാമത്തെ ടേം ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ 11ാമത്തെ പൊസിഷൻ്റെയും 21ാമത്തെ പൊസിഷൻ്റെയും സെൻറ്ററിലായിരിക്കണം ഈ 16ാമത്തെ പൊസിഷൻ. ഇത് മിഡിലാണെന്നുണ്ടെങ്കിൽ ഈ കൂട്ടിയതിൻ്റെ നേർ പകുതി ആയിരിക്കും സെൻറ്ററിൽ ഉണ്ടാവുക. ഇനിയിപ്പോൾ നേർ പകുതി ഉത്തരം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഇരട്ടിയായിരിക്കും ഇത് രണ്ടും കൂടെ കൂട്ടിയാലുണ്ടാവുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ ഭാഗത്തുള്ള ലാസ്റ്റ് ചോദ്യമാണ് അല്ലേ? എന്താ ചോദ്യം? ഒന്ന് വായിച്ചു നോക്ക്. ഒരു പഞ്ചഭുജത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്താ പഞ്ചഭുജം? ഓർമ്മ ഉണ്ടോ എല്ലാവർക്കും? പെൻറ്റഗൺ അല്ലേ? 5 വശമുള്ള 5 സൈഡുകളുള്ള
ഷേപ്പിനെ പോളിഗണിനെ ബഹുഭുജത്തിനെ അല്ലേ 5 ഷേപ്പുള്ള ബഹുഭുജത്തിനെ ആയിരുന്നു നമ്മൾ എന്തെന്ന് വിളിക്കുക പഞ്ചഭുജം അഥവാ പെൻറ്റഗൺ എന്ന് വിളിക്കുക. എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളോട് പറയുന്നത് ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. എന്താ പറഞ്ഞത്? ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. നമുക്ക് വെറുതെ ഒരു പഞ്ചഭുജം വരച്ചു നോക്കാം. ഇതൊരു പഞ്ചഭുജല്ലേ? പ്രശ്നമുണ്ടോ? ഇതിന് ഒരേ നീളമൊന്നും അല്ല കേട്ടോ. മിസ് വരച്ചപ്പോൾ ഒരേ നീളമായിപ്പോയി അല്ലേ? നമുക്ക് ഒരേ നീളം അല്ലാത്തത് വരയ്ക്കാം. ഇവരെങ്ങനെ വരച്ചിട്ട് ഒരേ നീളമാണ് അല്ലേ തരുന്നത്? എന്നാൽ നമുക്കത് സ്വന്തമായിട്ട് തന്നെ വരയ്ക്കാം. ഓക്കെ, 5 വശമുള്ളതിനെയാണ് നമ്മൾ പഞ്ചഭുജം എന്ന് പറയാം. നിങ്ങൾ നോക്ക്, ഇവിടെ 5 സൈഡ് അല്ലേ? നോക്ക്, 1 2 3 4 5. ഈ 5ന് ഒരേ ലെങ്ത് ഒന്നും അല്ല കേട്ടോ. റെഗുലർ എന്ന് പറഞ്ഞില്ലല്ലോ, പഞ്ചഭുജം എന്നൊന്നും പറഞ്ഞില്ലല്ലോ. വെറുതെ ഒരു പഞ്ചഭുജം വരച്ച് എന്നിട്ട് പറഞ്ഞത് ഇതിൻ്റെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. എത്ര കോണുകളുണ്ട് ഒരു പഞ്ചഭുജത്തിന്? 1 2 3 4 5. 5 കോണുകളല്ലേ? ഈ കോണുകൾ സമാന്തര ശ്രേണിയിലാണ് എന്ന് വെച്ചാൽ ഇത് ഇതിനോടൊരു പൊതുവ്യത്യാസം കൂട്ടിയാൽ ഇവിടെ എത്തും, ഇതിനോടൊരു പൊതുവ്യത്യാസം കൂട്ടിയാൽ ഇവിടെ എത്തും. അതായത് ഇതൊരു സമാന്തര ശ്രേണിയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെറുതെ ഈ കോണുകൾക്കൊക്കെ ഒരു പേര് കൊടുക്കാം. x1 x2 x3. നമുക്ക് എത്രയാണെന്നൊന്നും അറിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ വെറുതെ പേര് കൊടുക്കുന്നു. x1 x2 x3 x4 x5. 5 കോണുകളല്ലേ ഉള്ളത്. ഇനി നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കോണുകൾ വലുപ്പക്രമത്തിൽ എഴുതിയാൽ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? അതായത് നമുക്കറിയാം പഞ്ചഭുജത്തിൻ്റെ കോണുകളെല്ലാം തുല്യമാവണമെന്നുണ്ടോ? യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ നമ്മളോട് പറയുന്നത് നമ്മൾ എഴുതുന്നത് വലുപ്പക്രമത്തിലാണ്. അപ്പം മിസ് കോണുകൾ x1, x2, x3, x4, x5 എന്ന് എഴുതി വിചാരിക്കുക. ഇതിൻ്റെ വലുപ്പക്രമത്തിലാണ്. ഏറ്റവും ചെറിയ കോണായിരിക്കും x1, ഏറ്റവും വലിയ കോണായിരിക്കും x5. പറഞ്ഞാൽ മനസ്സിലായോ? ഇതൊരു 20 ഡിഗ്രിയാണ്, ഇത് 35, ഇത് 45. അങ്ങനെ ചെറുത് നിന്ന് വലുതിലേക്കുള്ള അനുസരിച്ചാണ് നമ്മൾ ഈ കോണുകൾ എഴുതിയത്. അപ്പോൾ അല്ലേ ആംഗിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെഴുതി? കോണുകൾ എന്തെഴുതി? x1 x2 x3 x4 x5. ഇതിലേറ്റവും ചെറിയ കോൺ ഏതാ? ചെറുതെന്ന് അല്ലേ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വലുപ്പക്രമത്തിലാണ്. അപ്പോൾ സ്മോളസ്റ്റ് ആംഗിള് അല്ലെങ്കിൽ ചെറിയ കോൺ എത്രയാണ് വലുപ്പക്രമത്തിലാവുമ്പോൾ? ആദ്യം എഴുതുന്ന ആളല്ലേ ചെറിയ കോൺ, അത് x1 ആക്കി എടുത്തുന്നു. വലിയ കോൺ ലാർജസ്റ്റ് കോൺ എത്രയാ? വലിയ കോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാർജസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാക്കി എടുക്കുക? ലാസ്റ്റ് എഴുതി x5. സംഭവം മനസ്സിലായില്ലേ? ഏറ്റവും ചെറുത് x1 ആണ്, ഏറ്റവും വലുത് x5 ആണ്. അങ്ങനെ നമ്മൾ ഇത് എഴുതിയിട്ടുണ്ട്. ഇതൊരു സമാന്തര ശ്രേണി, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എത്രയാണെന്നൊന്നും നമുക്കറിയില്ല. ഇനി നമ്മളോട് ചോദിച്ചത് മൂന്നാമത്തെ ടേം അല്ലേ? മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുള്ള സീക്വൻസ് ഏതാ? ഒന്നാമത്തെ കോണ്, രണ്ടാമത്തെ കോണ്, മൂന്നാമത്തെ കോണ്, നാലാമത്തെ കോണ്, അഞ്ചാമത്തെ കോൺ. ശരിയല്ലേ? ഇതിൽ നമ്മളോട് ചോദിച്ചത് മൂന്നാമത്തെ കോൺ ഏതാന്നാ? വലുപ്പത്തിൽ മൂന്നാമത് വരുന്ന ഇതാരാന്നാ? ഈ 5 എണ്ണത്തിൻ്റെ സെൻറ്ററിൽ വരുന്ന ആളല്ലേ x3 എന്ന് പറയുന്നത്? 5 കോണുകൾ നിരത്തി എഴുതിയിട്ടുണ്ട്. അതിൽ നടുവിൽ വരുന്ന ആളല്ലേ മൂന്നാമത്തെ ആള്? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ 5 കോണുകളും കൂടെ കൂട്ടിയാൽ എത്രയാ? ഈ 5 കോൺ കൂട്ടിയാൽ എത്ര? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഈ 5 എന്ന് പറഞ്ഞാൽ പഞ്ചഭുജത്തിൽ നമ്മളെ ഈ പെൻറ്റഗൺ കണ്ടോ? ഇതിൽ 5 എണ്ണം കൂട്ടിയാൽ ഉത്തരം എത്രയാണ് കിട്ടുക? നമുക്കറിയാം. എന്തറിയാം? ഒരു പഞ്ചഭുജത്തിലെ പെൻറ്റഗണിൻ്റെ ആംഗിൾ സം കാണാൻ അറിയില്ലേ? എന്താ? സം ഓഫ് ആംഗിൾസ് കാണാൻ അത് ആദ്യം നമുക്ക് കണ്ടുവെക്കാം അല്ലേ? സം ഓഫ് ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ. എന്ത് പറയാം? ഒരു പഞ്ചഭുജത്തിലെ കോണുകളുടെ തുക. ഈ 3 കൂടി കൂട്ടിയാൽ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ഒരു പ്രശ്നവുമില്ല. എന്ത് ചെയ്താൽ മതി? കോണുകളുടെ തുക കാണാൻ 8ാം ക്ലാസ് മുതൽ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. n-2 × 180 ഡിഗ്രി. ഓർമ്മ ഉണ്ടോ എല്ലാവർക്കും? ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാ? എത്ര കോണുകളുണ്ട്? 5 കോണുകൾ. അപ്പോൾ n-ന് പകരം എന്തെഴുതുന്നു?
5 എന്ന് എഴുതുന്നു. 5 മൈനസ് 2 ഇൻറ്റു 180. 5 2 കുറച്ചാൽ എത്രയാ? 3 ഇൻറ്റു 180. 3ന് 180 കൊണ്ട് ഗുണിച്ചാൽ 540 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. അതായത് ഈ കോണുകളെല്ലാം കൂടി ആഡ് ചെയ്താൽ എത്ര വരും? 540 എന്ന് കിട്ടും. ഏത് കോണ്? ഈ 5 എണ്ണം. ഇപ്പം മിസ്സ് വരച്ചത് ഇങ്ങനെ ഒരു പഞ്ചഭുജ, നിങ്ങൾ കുറച്ച് വേറൊരു ടൈപ്പ് വരച്ചെന്ന് വിചാരിക്കുക. പക്ഷെ അതിൻ്റെ എല്ലാം കൂടി ആംഗിൾസ് ആഡ് ചെയ്താൽ ഒരൊറ്റ നമ്പറേ കിട്ടുള്ളൂ. അതേതാ? 540. ഇപ്പം നമ്മൾ വരച്ചാലും ശരി, അടുത്ത ക്ലാസ്സിലുള്ള കുട്ടി വരച്ചാലും ശരി, നിങ്ങളുടെ അമ്മേനെ കൊണ്ട് ഒരു പഞ്ചഭുജം വരപ്പിച്ചില്ലേ, പാരൻസിനെ കൊണ്ട് വരപ്പിച്ചാലും ശരി, എന്താ സംഭവിക്കുക? നമ്മുടെ എല്ലാത്തിൻ്റെയും ടോട്ടൽ ആംഗിൾസിൻ്റെ ഈ 5ഉം കൂടി കൂട്ടിയാൽ ഒരു ഉത്തരവേ കിട്ടുള്ളൂ. 5ഉം ചിലപ്പോൾ 5 ആയിരിക്കും, പക്ഷേ ഇതിനെല്ലാം കൂടി കൂട്ടി 540 കിട്ടുള്ളൂ. 540 ആണ് ഉത്തരം വരിക. അപ്പോൾ ഈ x1ഉം x2ഉം x3ഉം x4ഉം x5ഉം ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണെന്ന് നമുക്ക് കിട്ടി? x3 + x4 + x5 = 540. അതിലാർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. നമ്മൾ പഠിച്ചതാണ് ഒരു പെൻറ്റഗണിലെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 540 ആണ്. അത് കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ഒന്നാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചത് എന്താ? തേർഡ് ടേം കാണാൻ അല്ലേ? x3 കാണാനല്ലേ ചോദിച്ചത് മക്കളെ? x3 കാണുക എന്ന് പറഞ്ഞാൽ ഈ 5 ടേംസിൻ്റെ മിഡിലുള്ള ടേം അല്ലേ x3? x3 എന്ന് പറയുന്നത് ആരാണ്? മിഡിൽ ടേം ആണ്, മധ്യപദമാണ്. ഈ മിഡിൽ ടേം കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? എന്താ? മിഡിൽ ടേം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സമ്മ് ബൈ നമ്പർ. ഓർമ്മ ഉണ്ടോ? അതായത് ഈ എല്ലാം കൂടി കൂട്ടിയില്ലേ, ഈ ടേംസ് എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഈ ഉത്തരത്തിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെൻറ്ററിൽ ആരാന്ന് കിട്ടൂലേ? എല്ലാം കൂടി കൂട്ടിയപ്പോൾ എത്രയാണ് കിട്ടിയത്? 540. അപ്പോൾ x3 കാണുകയാണ്. സമ്മ് ബൈ നമ്പറാ, എല്ലാം കൂടി കൂട്ടിയപ്പോൾ 540. എത്ര എണ്ണം ഉണ്ട്? ഇത് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പോൾ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 540ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ? 540 ഹരിക്കണം 5. ഒരു 5 5 4 അല്ലേ? 4ൽ 5 പോയില്ല, അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുന്നു. പിന്നെ 40, 40ൽ 8 5 40. ഈ ഡിവിഷൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പലരും ഡിവൈഡ് ചെയ്ത് 18 എന്ന് എഴുതി വെക്കും. അത് തെറ്റാണ്. ഡിവിഷൻ്റെ പണ്ടത്തെ ഒരു റൂളുണ്ട്, അതെല്ലാവരും മറന്നു പോകും. 540ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 5 5 അല്ലേ? ഇനി 4 ഇറക്കി എഴുതുന്നു. 4ൽ 5 പോവുമോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ 0 കൂടി ഇങ്ങോട്ട് ഇറക്കി എഴുതണം അല്ലേ? അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മളിവിടെ ഒരു 0 ഇട്ട് കൊടുക്കും മുകളിൽ. അത് പലരും മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ആ 0 ഇടാൻ മറന്നു പോയാൽ നിങ്ങൾക്ക് 18 എന്ന് ഉത്തരം കിട്ടും. ഇതിന് 540ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18 ആണോ കിട്ടുക? അത് തെറ്റാണ്. ആ ഡിവിഷൻ എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? നമുക്ക് അറിയാം അല്ലേ? നമ്മൾ തെറ്റി പോകുന്നില്ല. അപ്പോൾ നമുക്ക് 108 എന്ന് കിട്ടി. എന്താ 108 എന്ന് കിട്ടിയത്? ആരെയാ കിട്ടിയത്? ഈ മിഡിലുള്ള ടേം, മൂന്നാമത്തെ ടേം 108 എന്ന് കിട്ടി. എല്ലാവർക്കും കിട്ടിയല്ലോ. ഏത് നമ്മൾ ഒരു എന്തെടുക്കുകയാണെങ്കിലും പെൻറ്റഗൺ എടുത്ത് വരച്ച് കഴിഞ്ഞാലും ശരി, നമുക്ക് നടുവിലുള്ള ഇങ്ങനെ ഓർഡറിൽ കോണുകൾ എഴുതുകയാണെങ്കിൽ നടുവിലുള്ള കോണ് 108 എന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി. ഇനി നോക്ക്, രണ്ടാമത്തെ ചോദ്യം നോക്ക്. ഏറ്റവും ചെറിയ കോണളവ് 40 ഡിഗ്രി ആയാൽ മറ്റു കോണുകൾ ഏതൊക്കെയാണ്? എന്താ പറഞ്ഞത്? ഏറ്റവും ചെറിയ കോൺ 40 ഡിഗ്രി. ഏറ്റവും ചെറുതായിട്ട് നമ്മൾ എടുത്തത് ആരെയാ? x1 അല്ലേ? നമ്മൾ ചെറുതെന്ന് വലുതിലേക്കല്ലേ എഴുതിയത്. അപ്പോൾ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് x1 അല്ലേ? അപ്പോൾ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഏറ്റവും ചെറുത് 40 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ x2ഉം x3ഉം x4 x5 ഒക്കെ കാണണം. നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, ഏറ്റവും ചെറിയ കോൺ എന്തായിട്ട് എടുത്തു? രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ് ചെറിയ കോണ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ആംഗിൾ നമ്മൾ എത്രയായിട്ട് എടുക്കുന്നു? നമ്മളോട് പറഞ്ഞത് എത്ര ഡിഗ്രി ആയിരുന്നു? 40 ഡിഗ്രി എന്നല്ലേ പറഞ്ഞത് അല്ലേ? നമുക്ക് ചോദ്യം ചെറിയ കോൺ 40 ഡിഗ്രിയുടെ എടുക്കുന്നു. അപ്പോൾ 40 ഡിഗ്രി. ഈ ചെറിയ കോൺ എന്ന് പറഞ്ഞാൽ x1 x2 x3 x4 x5ൽ ആരാ? ഏറ്റവും ആദ്യത്തെ ആളെയല്ലേ നമ്മൾ ചെറുതായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചത്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയത് അല്ലേ? അപ്പോൾ x1 ആണ് 40 എന്ന് കിട്ടിയത്. ഒന്നാമത്തെ ടേം 40 എന്ന് കിട്ടി. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു മൂന്നാമത്തെ ടേം എത്രയാ? സെൻറ്ററിലുള്ള ടേം നമുക്ക് കിട്ടിയത് 108 എന്നല്ലേ? ശരിയല്ലേ? ഇനി നോക്ക്, നിങ്ങളോട് ചോദിച്ചത് ബാക്കിയുള്ള എല്ലാ ടേംസും കാണാനാ. അതായത് രണ്ടാമത്തെ കോണ് കാണണം, മൂന്നാമത്തെ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? നാലാമത്തതും കാണണം, അഞ്ചാമത്തതും കാണണം. ഈ ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒന്നാമത്തതിനോട്
പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസ് കൂട്ടിയാലല്ലേ രണ്ടിലെത്തുള്ളൂ. അപ്പോൾ ഈ ഒന്നാമത്തെ കോണിൽ നിന്ന് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കൂട്ടണമെങ്കിൽ നമുക്ക് ആദ്യം ആരെ അറിയണം? പൊതുവ്യത്യാസം അറിയണം. അപ്പോൾ നമ്മൾ ആരെ കണ്ടുപിടിക്കാൻ പോവുക? പൊതുവ്യത്യാസത്തിനെ കാണാൻ പോവുക. പൊതുവ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓർമ്മല്ലേ? പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം അല്ലേ? പറ. ഇവിടുത്തെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ മൂന്നാമത്തെ പദം 108, ഒന്നാമത്തെ പദം 40 അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണല്? മറന്നുപോയില്ലല്ലോ. 108 നിന്ന് പദങ്ങൾ തമ്മിൽ കുറയ്ക്കുന്നു. 108 - 40. ഇനി പൊസിഷൻ ഡിഫറൻസ്, സ്ഥാന വ്യത്യാസം. ഇവിടെ മൂന്നാമത്തെ സ്ഥാനം, ഇവിടെ ഒന്നാമത്തെ സ്ഥാനം അല്ലേ? അപ്പോൾ 3 നിന്ന് 1 കുറയ്ക്കുന്നു. ഓക്കെ ആണല്ലോ? 108 നിന്ന് 40 കുറച്ച് എത്ര വരും? 68 എന്ന് കിട്ടും കേട്ടോ. 68 നിന്ന് 68/3 1 കുറച്ചാലോ 2 എന്ന് കിട്ടും. 68/2 എത്രയാ? 34. ശരിയല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടി? 34 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? എന്ത് ചെയ്യാം? നമ്മളോട് ചോദിച്ചത് x1 നമുക്കറിയാം. ഫസ്റ്റ് എല്ലാ ടേംസും എഴുതാനാണ് പറഞ്ഞത്. x1 40. ഇനി x2 കിട്ടാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേമിനോട് ഈ 40നോട് എന്ത് കൂട്ടിയാൽ മതി? 40 എന്ന് എഴുതാണ്ട, ഫസ്റ്റ് ടേം തന്നെ എഴുതിക്കോ. ഫസ്റ്റ് ടേമിനോട് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ രണ്ടാമത്തെ ടേം കിട്ടിയില്ലേ? ഫസ്റ്റ് ടേം 40 ആണ്. 40 + 34 എത്ര കിട്ടും? രണ്ടാമത്തെ ടേം 74. ഇനി മൂന്നാമത്തെ ടേം നമുക്ക് അറിയാം അല്ലേ? ഇനി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. 108 എന്ന് ഓൾറെഡി ചെയ്തു. നാലാമത്തെ ടേം കാണാനോ? 108നോട് 34 കൂട്ടുന്നു. ശരിയല്ലേ? എത്ര കിട്ടും? 142 എന്ന് കിട്ടും അല്ലേ? 108 + 34 142. ഇനി ഒരു ടേം കൂടി കണ്ടുപിടിക്കാണ്ട്. x5 142നോട് 34 കൂട്ടുന്നു. എത്ര വരും? 4 2 6 4 3 7 176 എന്ന് കിട്ടും. കിട്ടിയല്ലോ? അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്ക് ആരെയൊക്കെ കിട്ടി? ഒന്നാമത്തെ ടേം കിട്ടി, 2 കിട്ടി, 3 കിട്ടി, 4 കിട്ടി, 5 കിട്ടി. എല്ലാ ആംഗിൾസും കിട്ടിയില്ലേ? പെൻറ്റഗണിൻ്റെ ഒന്നാമത്തെ ആംഗിൾ 40, രണ്ടാമത്തെ ആംഗിൾ 74, മൂന്നാമത്തെ ആംഗിൾ 108, നാലാമത്തെ ആംഗിൾ 142, അഞ്ചാമത്തെ ആംഗിൾ 176. എല്ലാ ആംഗിൾസും കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിനും ഉത്തരമായി. ഇനി നോക്ക് അടുത്ത ചോദ്യം. ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഏറ്റവും ചെറിയ കോൺ 36 ഡിഗ്രി ആകുമോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. എന്താ ചോദിച്ചത്? ക്യാൻ ദ സ്മോളസ്റ്റ് ആംഗിൾ 36 ഡിഗ്രി. ഇപ്പം നമ്മൾ ചെയ്തത് സ്മോളസ്റ്റ് ആംഗിൾ 40 ഡിഗ്രി എന്ന് എടുത്തിട്ടല്ലേ? അത് 40 ഡിഗ്രി നമ്മൾ ചെയ്തപ്പോൾ ബാക്കി ആംഗിൾസൊക്കെ കണ്ടുപിടിച്ചു. ഈ 40നേക്കാളും ചെറിതായ 36 ഡിഗ്രി ആവാൻ സാധ്യതയുണ്ടോ ഏറ്റവും ചെറിയ ആംഗിള്? അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏറ്റവും ചെറിയ ആംഗിളായിട്ട് x1-നല്ലായിരുന്നു എടുത്തത്. x1 36 ഡിഗ്രിയാണെന്ന് അസ്യൂം ചെയ്യ്. നമ്മളോട് ചോദിച്ചത് ആകുമോ എന്നാണ് അല്ലേ? നമുക്ക് നോക്കാം ആവോ എന്നുള്ള കാര്യം. പിന്നെ നമുക്കൊരു കാര്യം അറിയാം. എന്തറിയാം? തേർഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. തേർഡ് ടേം എത്രയാ? 108 അറിയാലോ. അത് ഓർമ്മല്ലേ? അതായത് ഇതൊന്ന് വരച്ച് നോക്കാം. ഇത് ഫസ്റ്റ്, ഇത് x1 അല്ലേ? ഇത് x2 ആണെന്ന് വിചാരിക്കുക. ഇത് x3 ആണെന്ന് വിചാരിക്കുക. x3 108 ആണെന്ന് നമുക്കറിയാം അല്ലേ? ഇത് x4 ആണെന്ന് വിചാരിക്കുക. ഇത് x5 ആണെന്ന് വിചാരിക്കുക. ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ നേരത്തെ ടേം വെച്ചിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നേരത്തെ 40 വെച്ചിട്ട്. ഇപ്പോൾ ആ ചോദ്യം മാറി. ആദ്യത്തെ ടേം 36 വിചാരിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇത് 36 നമ്മൾ എടുത്തു. ബാക്കിയൊന്നും നമുക്കറിയില്ല. നടുവിൽ 108 ആയിരിക്കും അല്ലേ? ഏത് പെൻറ്റഗൺ എടുത്ത് നമ്മൾ ചെയ്ത് നോക്കിയാൽ സെൻറ്ററിൽ 108 തന്നെ വരും. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇതിൻ്റെ ടോട്ടൽ സമ്മ് 540 എന്ന് കിട്ടുള്ളൂ. അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടേം 36 ആകുമോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. അതായത് ഏറ്റവും ചെറിയ കോണ് 36 ഡിഗ്രി ആകുമോ? നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാലോ, ഈ 36 ഡിഗ്രിയും മിസ് പറഞ്ഞില്ലേ, സെൻറ്ററിലുള്ള ടേമാണ് x3 അല്ലേ? ഈ x3യിൽ നിന്ന് തുല്യ ദൂരത്തിലല്ലേ x1-ഉം x5-ഉം ഉള്ളത്. അപ്പം ഈ x1-ഉം x5-ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സെൻറ്ററിൽ നിന്ന് തുല്യ അകലത്തിലുള്ള ഈ രണ്ടെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ സെൻറ്ററിലുള്ളതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്ന്. അതായത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 108ൻ്റെ ഇരട്ടി കിട്ടണ്ടേ? 108ൻ്റെ ഇരട്ടി എത്ര വരും? 100ൻ്റെ ഇരട്ടി 200, 8ൻ്റെ ഇരട്ടി 16, 216 അല്ലേ? അതായത് x1-ഉം x5-ഉം കൂടെ കൂട്ടിയാൽ 216 കിട്ടണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം. x1
x5 ചെയ്താൽ 108ൻ്റെ ഇരട്ടി കിട്ടണം. x1 + x5 = 216. ശരിയല്ലേ? എടാ നമുക്ക് x1 അറിയാലോ. ഒന്നാമത്തെ ടേം ആരാ? 36. അപ്പോൾ x1 പകരം മിസ് 36 എന്ന് എഴുതുന്നു. പക്ഷേ x5 അറിയില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കും മിസ്സേ x5 നമ്മൾ ഓൾറെഡി പണ്ട് കണ്ടുപിടിച്ചല്ലോ, അതാ 176. ഇത് എടുക്കാൻ പറ്റൂല കേട്ടോ. ഇത് ഫസ്റ്റ് ടേം 40 ഡിഗ്രി ആയപ്പോഴാണ്, ചെറിയ കോൺ 40 ആയപ്പോഴാണ് ഇത് 176 വരിക. ഇപ്പം നമുക്ക് ചെറിയ കോൺ 36 അല്ലേ? അപ്പം നമുക്ക് വേറെ ആരും അറിയില്ല. ആകെ സെൻറ്റർ ടേം 108, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വെച്ച് വേണം നമ്മൾ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തതിൽ തൊട്ട് മുന്നേ ചെയ്ത ചോദ്യത്തിൻ്റെ കോൺസെപ്റ്റ്, നടുവിൽ ഒരാളെ ഫിക്സ് ചെയ്ത് ഈക്വൽ ഡിസ്റ്റൻസ് മുന്നോട്ടും ബാക്കോട്ടും പോയിട്ട് അവർ തമ്മിലുള്ള ആ ടേംസ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നടുവിലെടുത്ത ടേംസിൻ്റെ ഡബിൾ ആയിരിക്കും എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് പ്രകാരം x1ഉം x5ഉം കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ കിട്ടണ്ടേ? 216 കിട്ടണം. അപ്പം ഈക്വൽ ടു 216. നോക്ക്, x1 പകരം 36 മിസ് കൊടുത്തു. ചെറിയ ആംഗിൾ 36 ആക്കി എടുത്തില്ലേ നമ്മൾ? x5 അറിയില്ലല്ലോ. ഇവിടുന്ന് എങ്ങനെയാണ് x5 കണ്ടുപിടിക്കുക? റൈറ്റ് സൈഡിൽ 216 ഉണ്ട്. ഈ +36 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ -36 ആവില്ലേ? 216 - 36. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x5ൻ്റെ വാല്യൂ കിട്ടൂലേ? നിങ്ങൾ നോക്ക്, 216 36 കുറച്ച് 6 കുറച്ച് 0 23 18 വരും അല്ലേ? അതായത് x5 ഈക്വൽ ടു എത്ര ഡിഗ്രി വരും? ഇതൊക്കെ കോണളവുകളാട്ടോ, ആംഗിൾസ് അല്ലേ? 180 ഡിഗ്രി എന്ന് വരും. അതായത് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എവിടുന്നാ? ഒരു പെൻറ്റഗണിൽ നിന്നാലേ, ഏതോ ഒരു പെൻറ്റഗൺ. ഈ പെൻറ്റഗണിൻ്റെ നമ്മളിവിടെ x1 x2 x3 എന്ന് എഴുതി, ഇവിടെ x5 എന്ന് എഴുതിയില്ലേ? അതിപ്പോൾ ഏറ്റവും ചെറിയ ആംഗിൾ 36 ആണെന്ന് ഇരിക്കി. ഇത് 36 ആണെങ്കിൽ ഏറ്റവും വലിയ ആംഗിൾ എത്രയാവും? നിർബന്ധമായിട്ടും 180 ആവും. ഇത് 36 വന്നാൽ ഇത് 180 ആവും, അല്ലാതെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. അതല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷേ ഒരു ആംഗിൾ 180 എപ്പോഴാണ് ആവുക? എപ്പോഴാണ് നമുക്ക് 180 എന്നുള്ള ആംഗിൾ കിട്ടുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള ആംഗിളാണ് എപ്പോഴും 180 ഡിഗ്രി. അതറിയാത്തവരുണ്ടോ? നമ്മൾ ലീനിയർ പെയറൊക്കെ ചെയ്തിട്ടില്ലേ? രേഖീയ ജോഡി പറയാൻ ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള ആംഗിളാണ് 180 എന്ന് പറയുന്നത്. പക്ഷേ ഇത് നോക്ക്, നമ്മളിതാ ഈ ചിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വാ. ഇതല്ലേ നമ്മളെ x5. ഈ ആംഗിളിന് ഇത് നോക്ക്, ഇങ്ങനെ വന്ന് ഒരു വര വന്നിട്ട് ഇവിടെ കട്ട് വന്നാലല്ലേ ഇവിടെ ഒരു പുതിയ ആംഗിൾ ഉണ്ടാവുള്ളൂ. ഈ കട്ട് വരാതെ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു സൈഡ് ഉണ്ടാവുമോ? മിസ് എന്താ പറഞ്ഞത്? ഈ സൈഡ് നോക്കുക. ഈ സൈഡിൽ നിന്ന് ഇവിടെ ഒരു ആംഗിൾ കട്ട്, ചെറിയൊരു ഈ വരയെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് മാറ്റി ഡയറക്ഷൻ മാറ്റുമ്പോഴല്ലേ ഇവിടെ ഒരു പുതിയ ആംഗിൾ ഉണ്ടാവുന്നത്. അല്ലാതെ ഈ വര ഇങ്ങനെ നീട്ടി വരച്ച് പോയ ആംഗിൾ ഉണ്ടാവുമോ? അതായത് ഈ വര 180 ഡിഗ്രി എന്നല്ലേ നമുക്കിപ്പോൾ കിട്ടിയത്. ഈ 180 ഡിഗ്രി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആംഗിൾ കിട്ടുമോ? ഇവിടെ ഉണ്ടാവുന്ന വര ഇങ്ങനെ പോവുക. അങ്ങനെയാണെങ്കിൽ ഈ വര ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തല്ലേ ചെയ്യുക? ഇവിടെ നോക്ക്, ഇങ്ങനെയുള്ളൊരു ഇതിൽ എത്ര സൈഡ് ഉണ്ട്? 1 2 3 4. ഇവിടെ 180 ആവുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഒരു ആംഗിൾ നഷ്ടപ്പെട്ടത് കണ്ടോ നിങ്ങൾ? ഈ വളയാതെ നേരെ പോയില്ലേ? 180 ഡിഗ്രി പറഞ്ഞ ഒരു വരയിലുള്ള കോണാണ്. ഈ വര വളഞ്ഞിട്ടില്ലെങ്കിൽ അത് 180 തന്നെയായിരിക്കും. ഇത് 180 ആയപ്പോൾ ഈ വര വളഞ്ഞില്ല. അപ്പോൾ ഈ വശം ഇല്ല. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് പിന്നെ മൂന്നാമത്തെ സൈഡ് നമ്മൾ പഞ്ചഭുജം ആക്കണമെങ്കിൽ 5 എണ്ണം വേണ്ടേ? പക്ഷെ ഇത് എത്ര എണ്ണമായിപ്പോയി? 4 സൈഡ്. ഒരു സൈഡ് നമുക്ക് മിസ്സായത് കണ്ടോ? ഒരു സൈഡും മിസ്സാവും, ഒരു ആംഗിളും മിസ്സാവും. അപ്പോൾ ഇത് പെൻറ്റഗൺ ആവുമോ? 5 സൈഡും 5 ആംഗിളും വന്നാലല്ലേ പെൻറ്റഗൺ ആവുള്ളൂ. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആംഗിൾ ആയിപ്പോയില്ലേ 180 ഡിഗ്രി. അപ്പോൾ ഏറ്റവും ചെറിയ ആംഗിൾ 36 എന്ന് എടുത്താൽ ഏറ്റവും വലിയ ആംഗിൾ 180 എന്ന് കിട്ടും. ചെറുത് വെച്ചിട്ട് വലുത് കണ്ടുപിടിച്ചു നമ്മൾ. പക്ഷേ 180 എന്നുള്ള ആംഗിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെൻറ്റഗണിലെ ഒരു സൈഡ് നഷ്ടപ്പെടും. പെൻറ്റഗണിലെ ഒരു സൈഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് 4 വശമുള്ള ക്വാഡ്രിലാറ്ററലായി പോകും. അങ്ങനെ ഒരു കാര്യം നടക്കാൻ പറ്റുമോ? അപ്പോൾ പിന്നെ അതിനെ പെൻറ്റഗൺ എന്ന് വിളിക്കാൻ പറ്റുമോ? 5 വശം വേണ്ടേ? ഈ വരച്ച് കാണിച്ചത് മനസ്സിലായില്ലേ? 180 ഡിഗ്രി. ഇത് 180-നെക്കാട്ടൊക്കെ കുറവാണ് അല്ലേ ഈ x5 എന്നുള്ള ആംഗിള്? ശരിയല്ലേ? 180 ആവണം എന്നുണ്ടെങ്കിൽ
180 ആയി കഴിഞ്ഞാൽ ഈ വരയ്ക്ക് ഇവിടെ വളവ് വരില്ല, ഇതിങ്ങനെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ആംഗിൾ ഇല്ലാതെയായി പോകും. പുതിയ ആംഗിൾ ഉണ്ടാവുമോ? ഒരു വര ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നേരെ പോയില്ലേ, ഈ വളവില്ലല്ലോ. അപ്പോൾ ഈ സൈഡ് നമുക്ക് മിസ്സായി. അപ്പോൾ ചെറിയ ആംഗിൾ 36 ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. എന്ത് പറയാം, ചെറിയ കോണളവ് 36 ഡിഗ്രി ആകുമ്പോൾ വലിയ അളവ് 180 ഡിഗ്രി എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു വശം നഷ്ടപ്പെടും. അപ്പോൾ 4 വശമായി തീരും. ഇത് സാധ്യമല്ല. പഞ്ചഭുജത്തിന് 5 വശങ്ങൾ നിർബന്ധമാണ് അല്ലേ? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ വിത്ത് സ്മോളസ്റ്റ് ആംഗിൾ 36 ഡിഗ്രി. ഓക്കെ. If the smallest angle is 36 degree, then we lose one right. Loss ചെയ്യാന്ന് നഷ്ടപ്പെടും. One side നമുക്ക് നഷ്ടപ്പെടും. We lose one side and it becomes a ക്വാഡ്രിലാറ്ററൽ. 4 വശമുള്ള സാധനമായി പോകും. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സ്മോളസ്റ്റ് ആംഗിൾ 36 എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. പറഞ്ഞത് ക്ലിയർ ആയല്ലോ? ഈ ലാസ്റ്റ് പറഞ്ഞൊന്ന് ശ്രദ്ധിക്കണേ. ഈ 2 കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. ഏറ്റവും ചെറുത് 36 എടുത്തു കഴിഞ്ഞാൽ ചെറുതും ഈ ലാസ്റ്റ് ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നടുവിലുള്ള ആളെ ഡബിൾ ആവും. ഈ ഡബിൾ ആയി കഴിഞ്ഞാലുള്ള ഉത്തരം വെച്ചിട്ടാണ് നമ്മൾ ഈ x5 കണ്ടുപിടിച്ചത്. x5 എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആംഗിള്. അപ്പോൾ 180 കിട്ടി. 180 കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിലെ ആംഗിളാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സൈഡ് മിസ്സാവും. അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ഇതിന് മുന്നേ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, ക്ലാസ് 10 മാത്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാണാത്തവർ അത് പോയി കാണുക. അതിൽ നിങ്ങൾക്ക് കാണാം, എല്ലാ ചോദ്യങ്ങളും കാണാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇനി ഒരു 4 ചോദ്യം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അതിനുശേഷം മിസ്സ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന സ്ഥിരമായിട്ട് വരുന്ന എക്സാം ടൈപ്പ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ നിങ്ങൾക്ക് ബാക്കി ക്ലാസ്സുകൾ കൂടെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. താങ്ക്